രാജ്യങ്ങൾക്കിടയിൽ സംഘർഷാന്തരീക്ഷം രൂക്ഷമാകുന്നതിനിടെ ഉത്തര കൊറിയ വീണ്ടും പ്രകോപനപരമായ നീക്കങ്ങളിലേക്ക് തിരിയുകയാണ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ ഉത്തര കൊറിയ പടിഞ്ഞാറൻ കടലിലേക്ക് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. ഈ വർഷം ഉത്തര കൊറിയ നടത്തിയ 5ാമത്തെ മിസൈൽ പരീക്ഷണമാണിത്. ഈ പുതിയ സംഭവവികാസങ്ങൾ രാജ്യങ്ങൾക്കിടയിലെ സ്ഥിരം സംഘർഷ സാധ്യതകളെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്ക, ദക്ഷിണ കൊറിയ എന്നിവർ സംയുക്തമായി നടത്തുന്ന 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്രീഡം ഷീൽഡ് എന്ന പേരിലുള്ള സൈനികാഭ്യാസത്തിനെതിരെയുള്ള കടുത്ത ഭാഷയിലുള്ള പ്രതികരണമായി മാറുകയാണ് ഉത്തര കൊറിയയുടെ ഈ മിസൈൽ പരീക്ഷണം. ഉത്തര കൊറിയയുടെ ഹ്വാങ്ഹായ് പ്രവിശ്യയിൽ നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം സ്ഥിരീകരിച്ചു. അർദ്ധരാത്രിയോടെ നടത്തിയ ഈ പരീക്ഷണത്തിൽ അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തര കൊറിയയുടെ നേതാവ് കിം ജോങ് ഉൻ ഈ പരീക്ഷണം തങ്ങളുടെ സൈനിക ശേഷി ലോകത്തിന് കാണിക്കാനുള്ള തന്ത്രമെന്ന നിലയിലാണ് നടത്തിയത്. അമേരിക്കയുമായുള്ള ദക്ഷിണ കൊറിയൻ സഹകരണവും സംയുക്ത സൈനികാഭ്യാസങ്ങളും ഇവർക്കിടയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഉത്തര കൊറിയ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം ദക്ഷിണ കൊറിയയിൽ സജീവ സാന്നിധ്യം പുലർത്തുന്നതും ഇവിടെയുള്ള സൈനിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നതും ഉത്തര കൊറിയയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന സാഹചര്യമൊരുക്കുന്നു. 1950-53 കാലത്ത് നടന്ന കൊറിയൻ യുദ്ധം യുദ്ധവിരാമം മൂലമാണ് അവസാനിച്ചത്. സമാധാന ഉടമ്പടി ഇല്ലാത്തതിനാൽ തന്നെ സാങ്കേതികമായി ഇരു രാജ്യങ്ങളും ഇപ്പോഴും വൈരാഗ്യത്തിൽ തന്നെയാണ്. ഉത്തര കൊറിയയുടെ യുദ്ധസന്നദ്ധതയും അമേരിക്ക ദക്ഷിണ കൊറിയ കൂട്ടായ്മയും മൂലം വീണ്ടും ഇവർക്കിടയിലെ സംഘർഷാന്തരീക്ഷം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ ലംഘിച്ച് ഉത്തര കൊറിയ നിരവധി മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇത് അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയും കടുത്ത വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. അതേസമയം മാർച്ച് 6-നുണ്ടായ മറ്റൊരു സംഭവവും ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ദക്ഷിണ കൊറിയൻ വ്യോമസേനയുടെ അഭ്യാസത്തിനിടെ ഒരു ഗ്രാമത്തിൽ അബദ്ധത്തിൽ ബോംബുകൾ വീഴുകയും 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിനൊപ്പം ഉത്തര കൊറിയ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായ നിലപാട് സ്വീകരിക്കുകയും ഭാവിയിലെ അതിക്രമങ്ങൾക്കുള്ള മുന്നൊരുക്കം ശക്തമാക്കുകയും ചെയ്യുകയാണ്. യുഎസിന്റെ സാന്നിധ്യത്തിന് മറുപടിയായി ഉത്തര കൊറിയ ആണവായുധ നിർമ്മാണം ഊർജിതമാക്കുന്നതായി നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നു. ആണവ അന്തർവാഹിനിയുടെ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെ ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായി ഉത്തര കൊറിയ വ്യക്തമാക്കി കഴിഞ്ഞു. കിം ജോങ് ഉൻ നേരിട്ട് കപ്പൽശാല സന്ദർശിച്ചതായും പുതിയ ആയുധ പരീക്ഷണങ്ങൾക്ക് ഉത്തര കൊറിയ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 26-ന് നടത്തിയ പരീക്ഷണത്തിൽ 132 മിനിറ്റിനിടെ 1587 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന മിസൈൽ പരീക്ഷിച്ചിരുന്നു. വർഷങ്ങളായി സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ സംഘർഷങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഓരോ വർഷവും ഇരുവശത്തു നിന്നുമുള്ള പുതിയ നീക്കങ്ങൾ ഈ മേഖലയെ കൂടുതൽ അസാധാരണമായ ഒരു യുദ്ധഭീഷണിയിലേക്കാണ് നയിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ വലിയ രീതിയിലുള്ള ഭീഷണി തന്നെ നിലനിർത്തുന്നു. ഇത് ആഗോള തലത്തിൽ തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ഉത്തര കൊറിയയുടെ ഈ പുതിയ മിസൈൽ പരീക്ഷണം രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാക്കുമെന്നത് ഉറപ്പ്. ദക്ഷിണ കൊറിയ അമേരിക്ക സൈനികാഭ്യാസങ്ങൾ തുടരുമ്പോഴും ഉത്തര കൊറിയ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതായിരിക്കും. ഇതോടെ ഈ പ്രദേശം യുദ്ധ സാധ്യതയിലേക്കോ അതോ ഒരു പുതിയ ശീതയുദ്ധത്തിലേക്കോ നീങ്ങുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന യുദ്ധലക്ഷ്യങ്ങൾ അമേരിക്കയാണോ അതോ ദക്ഷിണ കൊറിയയാണോ എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അന്താരാഷ്ട്ര സമൂഹം ഈ സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ള കാത്തിരിപ്പിലാണ്.